ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഡിലിം അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് CBSE 10ാം ക്ലാസ് ബോർഡ് എക്സാമിന് 3 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു സൂപ്പർ ടോപ്പിക്കുമായിട്ടാണ് റേ ഡയഗ്രാം. റേ ഡയഗ്രാം യൂസ് ചെയ്ത് എങ്ങനെ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോ മുഴുവനായി കാണാനും ശ്രമിക്കുക. റേ ഡയഗ്രാം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 റൂളുകളാണുള്ളത്. നമുക്ക് ഓരോ റൂളുകളും ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ റൂൾ പാരലൽ റേ റൂൾ. പാരലൽ റേ റൂളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം സ്പെറിക്കൽ മിററിൽ പഠിച്ച പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പോൾ, PLA, അത് മിററിന്റെ സെന്ററിലെ ഭാഗമാണ്. പിന്നെന്താണ്, നമ്മൾ ഒരു റേ വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, അല്ലെ? പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. പിന്നുള്ളത്, ഇതൊരു മിറർ നമ്മളൊരു സ്പിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെ? സ്പിയറിന് കട്ട് ചെയ്ത ഒരു ഭാഗമായിട്ടാണ് ഈ മിററിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സെന്റർ, സ്പിയറിന്റെ സെന്റർ പാർട്ടിനെ എന്ന് പറയാം സെന്റർ ഓഫ് കർവേച്ചർ, C. പിന്നുള്ളത് എന്താണ്, നമ്മുടെ ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട്, അതിനെയാണ് എന്താ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഏതിലൂടെ കടന്നു പോകുന്നത്? സെന്റർ ഓഫ് കർവേച്ചറിലും പോളിന്റെയും കൂടെ നടുക്കൂടെ കടന്നു പോകുന്ന ആ ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാരലൽ റേ റൂളിലേക്ക് വരികയാണെങ്കിൽ, റൂൾ നമ്പർ 1 നമ്മുടെ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ഏതൊരു ലൈറ്റ് റേയും നമ്മുടെ മിററിൽ ഹിറ്റ് ചെയ്ത ശേഷം അത് ഏതിലൂടെ ആയിരിക്കും കടന്നു പോവുക? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോവുക. ക്ലിയർ അല്ലേ? പാരലലായി വരുന്ന റേ എപ്പോഴും പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇത് നമ്മുടെ ലോ, നമ്മൾ 2 ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലോ എന്താണ്? ആംഗിൾ I is equal to ആംഗിൾ R, അല്ലെ? ആംഗിൾ I is equal to ആംഗിൾ R, ഇൻസിഡന്റ് റേ is equal to ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് റേ. അപ്പൊ നമ്മൾ അത് പഠിച്ചപ്പോൾ എന്താണ്, നമ്മളൊരു പ്ലെയിൻ മിറർ എടുത്തു. പ്ലെയിൻ മിററിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നിന്ന് ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് നമ്മളൊരു നോർമൽ വരച്ചു, അല്ലെ? എന്നിട്ട് അവിടുന്ന് റിഫ്ലക്റ്റഡ് നോക്കുമ്പോൾ ഇത് ആംഗിൾ I എന്ത് ഈക്വൽ ആയിരിക്കും ആംഗിൾ R. പക്ഷെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ നോർമൽ വരയ്ക്കുക? ഇവിടെ നോർമൽ വരയ്ക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും ഒരു ഡോട്ടഡ് ലൈൻ എവിടേക്ക് വരയ്ക്കണം? നമ്മുടെ മിററിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കാണാൻ കഴിയും ഈ ഇൻസിഡന്റ് റേ Iയും റിഫ്ലക്റ്റഡ് റേ Rഉം എന്താണ് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഈ റൗണ്ടഡ് അഥവാ സ്പെറിക്കൽ മിറേഴ്സിൽ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നായിരിക്കണം നോർമൽ മിററിലേക്ക് വരയ്ക്കേണ്ടത്. ഇത് കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത റൂൾ എന്താണ്? അടുത്ത റൂളാണ് ഫോക്കസ് റേ റൂൾ. ഫോക്കസ് റേ റൂൾ. ഫോക്കസ് റേ റൂളിൽ എന്താ പറയുന്നത്? റൂൾ നമ്പർ 2 ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ഫസ്റ്റ് വൺ. നമ്മൾ ആദ്യം പഠിച്ച റൂളിന് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ റൂൾ. ഈ റൂളിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു റേ ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു റേ അത് ഒരു മിററിൽ തട്ടി തിരിച്ച് ചെയ്ത് നേരെ പാരലലായിട്ട്, ഏതിന് പാരലായിട്ട്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ് എന്ത് പോകുന്നത്? ഈ റേ തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റൂൾ നമ്പർ 2. നമ്മൾ ഫോക്കസ് റേ എന്ന് പറയും. ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഒരു റേ മിററിൽ ഹിറ്റ് ചെയ്ത ശേഷം അത് പാരലലായിട്ടാണ് പോകുന്നത്. ഇനി മൂന്നാമത്തെ ഇതും എന്താണ്? ഇത് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നമ്മളൊരു ഡോട്ടഡ് ലൈൻ വരച്ചു നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ റൂൾ എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ റേ. ഇതിനെ സെന്റർ ഓഫ് കർവേച്ചർ റേ എന്ന് പറയാം. റൂൾ നമ്പർ 3. ഈ റൂളിൽ എന്താണ്? ഒരു റേ സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ ഇത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഹിറ്റ് ചെയ്ത ശേഷം എങ്ങനെ പോകും? തിരിച്ച് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ പോകും. ഇതൊരു മാജിക് റേ ആണ്, അത് അതേ പൊസിഷനിലൂടെ തന്നെ പോകും. ഇതും ആംഗിൾ I is equal to ആംഗിൾ R ആണ്. ഇത് 90 ഡിഗ്രിയിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു, 0 ഇൻസിഡന്റ്, തിരിച്ച് 180 ഡിഗ്രിയിൽ തിരിച്ചു പോകുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി അടുത്തത് റേ എന്താണ്? ഒബ്ലിക് റേ. ഒരു റേ ചരിഞ്ഞാണ് വരുന്നതെങ്കിൽ, റൂൾ നമ്പർ 4, ഒരു റേ ചരിഞ്ഞാണ് വരുന്നതെങ്കിൽ, അതും പോളിലേക്ക് ഡയറക്റ്റായി ചരിഞ്ഞു വന്ന് മുട്ടിയാൽ അത് ഹിറ്റ് ചെയ്ത ശേഷം ബൗൺസ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുന്നത്
അതേപോലെ ചെരിഞ്ഞു പോകും. മീൻസ് ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന ആ ലോ പാലിച്ചുകൊണ്ട് അത് തിരിച്ചു പോകും. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട 4 റൂളുകൾ നമ്മുടെ റേ ഡയഗ്രമായി ബന്ധപ്പെട്ടുള്ളത്. ക്ലിയർ അല്ലേ? നമ്മൾ റേ ഡയഗ്രാം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള 4 പ്രധാനപ്പെട്ട റൂൾസ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി അത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും എങ്ങനെ ഇമേജ് ഫോർമേഷന് വേണ്ടി റേ ഡയഗ്രാം ഉപയോഗിക്കാം എന്ന് നോക്കാം. കോൺകേവ് മിററിന്റെ 6 കേസസ് ഇമേജ് ഫോർമേഷന്റെ മനസ്സിലാക്കുന്ന മുമ്പ് നമ്മളത് കാണാതെ പഠിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ ട്രിക്കിലൂടെ ഒന്ന് ഇമേജ് ഫോർമേഷൻ പഠിക്കാം. നമ്മളെല്ലാവരും സീസോയിലൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ? സീസോ. ഓക്കെ, സീസോ എങ്ങനെയാണ് ഇരിക്കുക? അങ്ങനെയല്ലേ? ഓക്കെ, നമ്മൾ ഒരാൾ ഇവിടെ ഇരിക്കും, ഒരാൾ ഇവിടെ ഇരിക്കും അല്ലേ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾ കുറച്ച് മുന്നോട്ടും നിന്ന് എന്താ മുകളിലേക്ക് പോകും അല്ലേ. ഇയാളപ്പം എന്ത് ചെയ്യും? കുറച്ച് പുറകോട്ടും അതുപോലെ താഴേക്കും വരും. ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമുക്ക് മതി ഇത് ഒന്ന് കാണാതെ പഠിക്കാതെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. നമ്മൾ ഇമേജ് ഫോർമേഷനിൽ കോൺകേവ് മിററിന്റെ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എവിടെ വയ്ക്കുന്നത്? ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റ് ഈസ് ഇൻഫിനിറ്റിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ ഒരു പോയിന്റിലാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ എവിടെയായിരിക്കും എക്സാക്റ്റ് ഇമേജ് കിട്ടുക? നേരെ എഫിലായിരിക്കും ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യുക. എഫിൽ ഫോം ചെയ്യുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ഇത് ഹൈലി ഡിമിനിഷ്ഡ് ഇമേജും ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ റിയൽ ഇമേജും ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പോൾ നമ്മൾ സീസോയിൽ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ നേരെ താഴെ കണ്ടില്ലേ ഒരു സീസോ പോലെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്കിത് സീൻ്റെ തൊട്ടടുത്ത് വയ്ക്കണം. ബിയോണ്ട് സീലാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ, ബിയോണ്ട് സീലാണെങ്കിൽ എവിടെ ഇതിൻ്റെ കിട്ടും? ഇതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും? സീൻ്റെയും എഫിൻ്റെയും ഇടയിൽ ഇമേജ് ഫോം ചെയ്യും. കണ്ടില്ലേ? ഇത് നമ്മൾ പുറകോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും എങ്ങനെയായിരിക്കും ഇമേജ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ആദ്യം പോയിന്റ് സൈസ്ഡ് ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ സൂര്യൻ എന്നൊക്കെ ഇതടിക്കുമ്പോൾ കോൺകേവ് മിറർ നേരെ നമ്മൾ എന്ത് ചെയ്യും? വെച്ച് കഴിഞ്ഞാൽ അത് ബേൺ ചെയ്യും എന്നുള്ള ആ ഒരു പോയിന്റ് സൈസിലായിരിക്കും അതിൻ്റെ എനർജി വന്ന് അവിടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, രണ്ടാമത്തേൽ എന്താണ്? അത് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുക, അത് ബിയോണ്ട് സീൽ. ഇനി നമ്മൾ സീലാണ് വെക്കുന്നതെങ്കിലോ? സീലാണെങ്കിൽ നമ്മൾ കറക്റ്റ് സീസോൻ്റെ ഇവിടെ ആയിരിക്കും, സീസോൻ്റെ നടുക്കായിരിക്കും. അപ്പോൾ അതൊരു മാജിക്കാണ്. സീൽ തന്നെ വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ടുപേരും സീലാണെങ്കിൽ എന്ത് ചെയ്യും? അതിനൊരു പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സെയിം സൈസ് തന്നെ ആയിരിക്കും. പക്ഷേ ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഇവിടെയും കിട്ടുക. നേരെ ഇപ്പം സെയിം സ്ഥലത്ത് തന്നെ. ഇപ്പോൾ ബിയോണ്ട് സീലാണെങ്കിൽ നമുക്ക് ഇമേജ് അവിടെ സി ആൻഡ് എഫ് ആണ്. പക്ഷേ സീലാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ ഇമേജും കിട്ടുന്നത് സി തന്നെ ആയിരിക്കും, സെയിം സൈസും ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കിയാൽ 4 പൊസിഷനിലേക്ക് എവിടെ? ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എവിടെ ആയിരിക്കും? ബിയോണ്ട് സി ആയിരിക്കും. കണ്ടോ? ഇവിടെയാണ് അത് കിട്ടുക. അതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടുന്നത്. അതും ഡിമിനിഷ്ഡ് ഇമേജ് തന്നെയാണ് കിട്ടുന്നത്, കുറച്ച് എൻലാർജ്ഡ് ആയിരിക്കും. ഇനി നമ്മൾ നേരെ എവിടെയാണ് വയ്ക്കുന്നത്? എഫിലാണ് വയ്ക്കുന്നത്. എഫിലാണ് വയ്ക്കുന്നതെങ്കിൽ ഇമേജ് എപ്പോഴും എവിടെ ആയിരിക്കും? നേരെ ഇൻഫിനിറ്റിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് പൊസിഷൻ ഏതാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് പി. എഫ് ആൻഡ് പിയിൽ വെക്കുന്ന ഇമേജ് എപ്പോഴും വെർച്വലും എന്താണ്? ഇറക്റ്റും ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ഇത് മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കോൺകേവ് മിററിൻ്റെ 6 കേസസും നിങ്ങളിവിടെ പഠിച്ചു കഴിഞ്ഞു. എങ്കിലും നമുക്ക് റേ ഡയഗ്രാം ഉപയോഗിച്ച് എങ്ങനെ നോക്കാം എന്ന് പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കി കേസസ് ഓരോന്നായി നോക്കാം. എങ്ങനെയാണ്? കോൺകേവ് മിററിൻ്റെ കേസ് 1 എവിടെയാണ്? ഒബ്ജക്റ്റ് എവിടെ വെച്ചത്? ഇൻഫിനിറ്റിയിലാണ് അല്ലേ. ഇൻഫിനിറ്റി വെച്ചപ്പോൾ എവിടെയാണ് കിട്ടിയത്? നമുക്ക് കറക്റ്റ് എഫിലാണ് കിട്ടിയത് അല്ലേ. നമ്മൾ നോക്കിയല്ലോ, എഫിലാണ് ഇതിൻ്റെ ഇമേജ് കിട്ടിയത്. ഓക്കെ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടി. പിന്നെ ഇതിൻ്റെ സൈസ് എങ്ങനെയായിരിക്കും? ഹൈലി ഡിമിനിഷ്ഡ് സൈസാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റ് രണ്ടാമത് എവിടെ? ബിയോണ്ട് സിയിൽ വെച്ചു. അപ്പോൾ നമുക്ക് എവിടെയാണ് കിട്ടിയത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും? നാച്ചുറൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, സൈസ് ഡിമിനിഷ്ഡും ആണ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കൂ. ഒബ്ജക്റ്റ് എവിടെ? നമ്മൾ സിയിൽ വെച്ചു. അപ്പോൾ അവിടെ എന്താണ്? നമ്മളൊരു മാജിക്കാണ്. അവിടെ സെയിം സൈസ് തന്നെ ആയിരിക്കും. സീസോൻ്റെ നടുക്ക് വന്നിരുന്നാൽ എന്തായിരിക്കും? ഒന്നും സെയിം സൈസ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് നമുക്ക് അവിടെ ലഭിച്ചു. ഓക്കെ, ഇനി എവിടെ? സി ആൻഡ് എഫിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് സി ആൻഡ് എഫ്. അപ്പോൾ നമുക്ക് ഇമേജ് നേരെ ബിയോണ്ട് സിയിൽ കിട്ടും. ഓക്കെ, അതിൻ്റെ സൈസ് എൻലാർജ്ഡ് ആയിരിക്കും. പിന്നെ
നാച്ചുർ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, ഇനി കേസ് 5ലേക്ക് വന്നാലോ? ഒബ്ജക്റ്റ് പ്ലേസ്ഡ് എക്സാക്ട്ലി അറ്റ് എഫ്. എഫിലാണെങ്കിൽ എവിടെയായിരിക്കും? അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും, ഹൈലി എൻലാർജ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അനുസരിച്ച് ഈ ഒരു ഇമേജ് കാണാൻ പറ്റുന്നില്ല എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി കേസ് 6 എന്താ പറയുന്നത്? ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ വയ്ക്കുമ്പോൾ ഇവിടെ ബിഹൈൻഡ് ദ മിററിലായിരിക്കും, എൻലാർജ്ഡ് സൈസ് നമുക്ക് കിട്ടും. പിന്നെന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും അതിന്റെ നേച്ചർ ഉണ്ടാവും. ഇത് നോക്കിയേ, ഇത് ഫസ്റ്റ് കേസ് ആൻഡ് 5th കേസ് ഇത് രണ്ടും എക്സാക്ട്ലി സ്വൈപ്പിംഗ് ആണ് അല്ലെ. 1 and 5 സ്വൈപ്പ് ആണ് അല്ലെ. ഇൻഫിനിറ്റിയിലും നേരെ ഇത് ഇവിടെ ഫ്രണ്ടിലും വരും അല്ലെ. ഇനി 2 and 4 നോക്ക്. 2 and 4 എക്സാക്ട്ലി ഓപ്പോസിറ്റ് അല്ലെ, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇനി 3 സെയിം പ്ലേസിലാണ്. ഓക്കെ, അപ്പം പിന്നെ 6 എന്ന് പറയുന്നത് നേരെ വെർച്വൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കോൺകേവ് മിററിന്റെ കേസസ് നമുക്ക് സിമ്പിളായിട്ട് ഇമേജ് ഫോർമേഷൻ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കോൺകേവ് മിറർ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം യൂസ് ചെയ്ത് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ആദ്യം ഇൻഫിനിറ്റിയിൽ വയ്ക്കുന്നു. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. നമ്മളൊരു പാരലൽ റേ വരികയാണ്. പാരലൽ റേ വരുന്നത് റൂൾ നമ്പർ 1 ആണ്. അതെങ്ങനെയായിരിക്കും കടന്നു പോവുക? അത് ഫോക്കസിലൂടെ കടന്നു പോകും. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ഒരു പാരലൽ റേ വന്ന് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്ന ഒരു റേ എങ്ങനെയാണ്? സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ പോകും. അങ്ങനെ ഈ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? എഫിലാണ് ഫോം ചെയ്യുന്നത് അല്ലെ, അറ്റ് എഫ്. ഇത് നമ്മൾ ആ ട്രിക്കിലൂടെ മനസ്സിലാക്കിയാണ്. എങ്കിലും നമ്മൾ റേ ഡയഗ്രാമിൽ വരയ്ക്കുമ്പോൾ കൃത്യമായി തന്നെ 2 ലൈൻസ് യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇനി കേസ് 2 എങ്ങനെയാണ്? നമ്മൾ ബിയോണ്ട് സിയിൽ വയ്ക്കും അല്ലെ. ബിയോണ്ട് സിയിലാണ് എന്തിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ബിയോണ്ട് സിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ബിയോണ്ട് സിയിലാണെങ്കിൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിറ്റ്വീൻ സി ആൻഡ് എഫിലാണ് എന്ത് ചെയ്യുന്നത്? ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരു റേ എങ്ങനെ വരച്ച്? ഒരു പാരലൽ റേ വരയ്ക്കുന്നു. പാരലൽ റേ ഏതിലൂടെ കടന്നു പോകുന്നു? ഫോക്കസിലൂടെ കടന്നു. അതുപോലെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന റേ തിരിച്ച് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ പോകുന്നു. ഇമേജ് എവിടെ ഫോം ചെയ്യണം? സി ആൻഡ് എഫ് ആൻഡ് ഇറ്റ് ഈസ് എ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്യുക. അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇനി അടുത്ത കേസ് 3. കേസ് 3യിൽ നോക്കൂ, നമ്മൾ ഇമേജ് എവിടെ വെച്ച്? സി തന്നെ വെച്ചു അല്ലേ. അപ്പോൾ നമ്മളൊരു റേ പോവുകയാണ്. എങ്ങോട്ട് പോകുന്നത്? നമ്മൾ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് റൂൾ നമ്പർ 1 വരച്ചു. നോക്കുമ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, ഫോക്കസിലൂടെ തിരിച്ചു വന്നു. ഓക്കെ, പിന്നെ ഒരു റേ ഫോക്കസിലൂടെ കടന്നുപോയാൽ എന്ത് ചെയ്യും? അത് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസും പാരലായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകും. അപ്പോൾ ഇതിൻ്റെ ഇമേജ് എവിടെ കിട്ടും? സെയിം സൈസ് ആയിരിക്കും. നമ്മുടെ സെയിം സൈസ് സി തന്നെ കിട്ടും അല്ലെ. ഒബ്ജക്റ്റും ഇമേജും സി തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത കേസ് നമ്പർ 4. 4th കേസിൽ എവിടെയാണ് ഇതുള്ള? ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലേ. ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ വയ്ക്കുമ്പോൾ ഇമേജ് നോക്കി, നമ്മൾ സിന്നൊരു റേ പോവാണ്. അത് റിഫ്ലക്റ്റ് ചെയ്ത് സെയിം വേയിലൂടെ തന്നെ തിരിച്ചു വരുന്നു. പാരലായിട്ട് പോകുന്ന ഒരു റേ നേരെ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് അപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഒബ്ജക്റ്റ് അല്ലെ. ഇമേജ് എവിടെ കിട്ടിയത്? ഇമേജ് ബിയോണ്ട് സി അല്ലെ. ഇനി 5th കേസ് എന്താ? 5th കേസ് എന്ന് വെച്ചാൽ അറ്റ് എഫ്. എഫിൽ തന്നെ വെക്കുകയാണ് നമ്മൾ. ഒബ്ജക്റ്റ് ഈസ് അറ്റ് എഫ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയേ, ഒരു പാരലൽ റേ പോവാണ്. പാരലൽ റേ എപ്പോഴും എന്തിലൂടെ ആയിരിക്കും കടന്നു പോവുക? ഫോക്കസിലൂടെ പോകും. ഓക്കെ, പിന്നെ ഒരെണ്ണം സെൻറ്റർ ഓഫ് കർവേജിലൂടെ പോകും. സെൻറ്റർ ഓഫ് കർവേജ് തിരിച്ചു പോകും. ഇതൊരു ഇൻഫിനിറ്റീവ് ഇമേജ് ആയിരിക്കും. ഇത് നമുക്ക് ദൂരെ കിട്ടും. ഓക്കെ, ഇതിന് രണ്ടഭിപ്രായങ്ങളുണ്ട്. കിട്ടുന്നു, ചിലത് കിട്ടുന്നില്ല. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇമേജ് ഈസ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നേരത്തെ എല്ലാം കാണുന്നത് ഇൻഫിനിറ്റിയിൽ കാണുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത കേസ് 6 ആണ് കേട്ടോ. അടുത്ത കേസ് 6 എവിടെയാണ്? നമ്മുടെ ഇമേജ് എഫിൻ്റെയും പിൻ്റെയും ഉള്ളിലായിട്ട് വരും.
എഫിൻ്റെയും പിൻ്റെയും നടുക്കായിട്ട് വരും. ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ വയ്ക്കുന്നു, ഇമേജ് നോക്കൂ ഫോം ചെയ്യുന്നത്. നമ്മൾ ഇതെന്താണ് ആംഗിൾ ഓഫ്, ഇത് നമ്മളെ റൂൾ നമ്പർ 4 ആണ്. ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഫോർത്ത് റൂൾ. ഒരു ചെരിഞ്ഞൊരു ഇത് വരികയാണ്, അതായത് കൂടെ തന്നെ അത് അതേപോലെ തന്നെ പി തട്ടി ചെരിഞ്ഞു തന്നെ പോകും. പോളിലേക്ക് ചെരിഞ്ഞു വരുന്ന ഒരു റേ അത് പോളിൽ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ചെരിഞ്ഞ് തന്നെയാണ് പോവുക. പിന്നെ സിയിലേക്ക് വന്നത്, ഇതൊരു വിർച്വൽ ഇമേജ് ആയതുകൊണ്ട് ഡോട്ടഡ് ഇമേജ് ആയിട്ട് ബാക്കിൽ നമുക്ക് കാണാം. ഇത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഇതൊരു വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും ഈ ഇമേജ് വരുന്നത്. ഇതിൽ ഒരു കേസിൽ മാത്രമാണ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ദൂരം അങ്ങോട്ട് പോകും തോറും അത് എന്ത് സംഭവിക്കുന്നുണ്ട്, എൻലാർജ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി കോൺവെക്സ് മിററിൻ്റെ കേസ് 1. കോൺവെക്സ് മിററിൽ എന്താണ്, ആകെ 2 കേസസേ ഉള്ളൂ. മറ്റേ കോൺകേവ് മിററിൽ 6 കേസ് ഉണ്ട്. കോൺവെക്സ് മിററിൽ 2 കേസേ ഉള്ളൂ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ വയ്ക്കുന്നു. ഇൻഫിനിറ്റിയിൽ വയ്ക്കുന്നത് കോൺവെക്സ് മിററിൽ എപ്പോഴും എന്ത് ചെയ്യും, റേസ് ഡൈവേർജ് ചെയ്ത് പോകും. ഡൈവേർജ് ചെയ്ത് പോകുന്ന റേസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡോട്ടഡ് ലൈൻസ് ഇട്ട് ഫോക്കസിലേക്ക് വരും. ഓക്കെ, എപ്പോഴും ഫസ്റ്റ് റൂൾ റൂൾ നമ്പർ 1 എന്തായിരുന്നു, പാരലായി പോകുന്ന റേ എപ്പോഴും എങ്ങനെയായിരിക്കും പോവാം, ഫോക്കസിലൂടെ കടന്നു. അപ്പം നമ്മൾ ഈ ഡൈവേർജ് ചെയ്ത് പോണ റേനെ നമ്മൾ ഡോട്ടർ ലൈൻസ് ഇട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് നേരെ ഫോക്കസിലേക്ക് പോകുന്നുണ്ടാവും. തീന്ന് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് തമ്മിൽ എന്തുണ്ടാവും, ഇൻസിഡൻറ്റ് റേസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് റേ എന്നുള്ള ഐ ഈസ് ഈക്വൽ ടു R എന്നുള്ള ലോയും. കൂടാതെ ഈ എല്ലാ ഇതും എന്താണ്, നമ്മൾ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ എല്ലാം എന്താണ്, സെയിം പ്ലെയിനിലും ആയിരിക്കും. ഈ 4 റൂളും പിന്നെ അതുപോലെ 2 ലോയും ഇത് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇതിൻ്റെ ഇമേജ് എവിടെ പോയിന്റ് ഇന്ന് മിററിൻ്റെ ബാക്കിലായിരിക്കും. വിർച്വൽ ഇമേജാണ് നമുക്ക് കിട്ടുക, അതെവിടെയായിരിക്കും, ഫോക്കസിലായിരിക്കും കേട്ടോ, ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. ഇനി കോൺവെക്സ് മിററിൻ്റെ കേസ് 2 ആണ്. നമ്മൾ ഇൻഫിനിറ്റിൻ്റെയും പിൻ്റെയും ഏതെങ്കിലും സ്പേസിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പിയിൽ വയ്ക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, പിൻ്റെയും എഫിൻ്റെയും ഇടയ്ക്ക് ഒരു സ്മോൾ ആരോ ആയിട്ട് ഫോം ചെയ്യും. ബിഹൈൻഡ് ദ മിററാണ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള മിറർ നമുക്ക് ഇമേജ് ലഭിക്കും. ഓക്കെ, ഇതിൽ നോക്കൂ, ഈ ഒരു ഇമേജ് നോക്ക് പോകുന്നത് ഒരു പാരലൽ റേ അല്ലേ, പാരലൽ റേ ഡൈവേർജ് ചെയ്ത് പോവും. അത് എവിടേക്കാണ് പോവുക, ഫോക്കസിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, പാരലൽ റേ എപ്പോഴും ഫോക്കസിലേക്കാണ് പോവുക, ഫോക്കസിലൂടെയാണ് കടന്നു പോകുക. രണ്ടാമത് നോക്കൂ, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നുള്ളതിലെ നേരെ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് തന്നെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺകേവ് മിററിൻ്റെ 6 കേസസ്. കോൺകേവ് മിററിൻ്റെ 6 കേസും കോൺവെക്സിൻ്റെ 2 കേസസും. റേ ഡയഗ്രാം വരയ്ക്കാനും മറ്റേ ബാക്കി ഇതിൻ്റെ ഇമേജ് പൊസിഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു പ്രാക്ടിക്കൽ നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സിമുലേഷൻ നോക്കാം. ഇനി നമുക്ക് കോൺകേവ് മിററിൻ്റെ 6 കേസസും ഒരു പ്രാക്ടിക്കും സിമുലേഷൻ പ്രാക്ടിക്കും യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് ഇൻഫിനിറ്റിയിലാണല്ലേ. ഓക്കെ, പക്ഷേ ഈ ഒരു ആരോ നമ്മൾ ഇൻഫിനിറ്റിയിലൊന്നും വെക്കാൻ പറ്റില്ല. വളരെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ദൂരം, ഇപ്പോൾ സൂര്യൻ്റെ അടുത്തൊക്കെ, അതാണ് ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് അത്രയും ദൂരം വെക്കാൻ പറ്റില്ല, എന്നാലും ഏകദേശം കണ്ടില്ലേ, ഇത് എഫിൽ തന്നെയാണ്, നമുക്ക് ഫോക്കസിലാണ് ഫസ്റ്റ് കേസ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് കേസ് നമ്മൾ നോക്കിയതല്ലേ, ആദ്യത്തെ കേസിൽ എവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്, അറ്റ് എഫിലായിരിക്കും അല്ലേ. അറ്റ് എഫിലാകുമ്പോൾ എന്താണ്, റിയൽ ഇമേജ് തന്നെയാണ് ലഭിക്കുന്നത്. കണ്ടില്ലേ, ഇത് മിററിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് കിട്ടിയത്, റിയൽ ഇമേജ് ആണ്. കൂടാതെ ഇത് ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ സൈസ് വളരെ ചെറുതായിട്ടുണ്ട്. ഓക്കെ, ഇൻഫിനിറ്റിയിലാകുമ്പോൾ ഇതിലും സൈസ് കുറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ബിയോണ്ട് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും കിട്ടുക, ബിയോണ്ട് സി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ ഒരു ഏരിയയിലാണ് ബിയോണ്ട് സി. ഈ ബിയോണ്ട് സിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എവിടെയാണ്, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണല്ലേ. ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്, കുറച്ചുകൂടി എൻലാർജ് ചെയ്തൊരു ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റിയൽ ആണ്, പിന്നെ ഇൻവേർട്ടഡും ആണ്. മൂന്നാമത്തെ കേസ് അറ്റ് സി അല്ലേ, നമ്മൾ സീസോൻ്റെ നടുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇമേജ് എന്താണ്, സെയിം സൈസ് തന്നെ കിട്ടിയല്ലേ. നോക്കൂ, സെയിം ആരോ തന്നെ കിട്ടി. കൂടാതെ നമുക്ക് സെയിം പ്ലേസിൽ തന്നെ സി തന്നെ കിട്ടി. ഇനി നമ്മൾ സിയും എഫിലും വെക്കുമ്പോൾ നമുക്ക് എവിടെ കിട്ടുന്നത്, ബിയോണ്ട് സിയിൽ കിട്ടുന്നുണ്ട് അല്ലേ. ഇമേജ് കുറച്ചുകൂടി എൻലാർജ് ആയി അല്ലേ. നോക്കൂ, ഇനി നമ്മൾ എഫിലേക്ക് പോവുകയാണ്. എഫിലേക്ക് പോകുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിലാണ്. നമ്മൾ പുതിയ ടെക്സ്റ്റിൽ പറയുന്നത് ഇൻഫിനിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ്. പക്ഷെ
ഇത് ഇൻഫിനിറ്റിയിൽ എവിടെയെങ്കിലും നമുക്ക് എന്തായാലും എക്സാക്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സോപ്പ് ചെയ്യുന്നതാണല്ലോ നമ്മൾ. അപ്പോൾ ഇൻഫിനിറ്റിയിലുള്ളത് എഫിലും കിട്ടും, എഫിലുള്ളത് ഇൻഫിനിറ്റിയിലും. അതുപോലെയാണ് നമ്മൾ പഠിച്ചത്. ചിലപ്പോൾ അങ്ങനെ കിട്ടുമായിരിക്കും. ഇനി പുതിയ ടെക്സ്റ്റിൽ പോലെയാണ് നമുക്ക് വരണ്ടെങ്കിൽ അങ്ങനെ ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഇത് കണ്ടില്ലേ, ഇത് ദൂരെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതൊന്നും പറയാം. നമുക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യാൻ പറ്റുമെന്നും പറയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത ഇമേജ് എവിടെ, എഫിൻ്റെയും പിൻ്റെയും ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഇമേജ് കണ്ടോ, വരുന്നുണ്ടോ? ഇമേജ് എവിടെ വന്നു? വെർച്വൽ ഇമേജ് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് വന്നു അല്ലെ, വലുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡെന്റിസ്റ്റും ഇവരൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻലാർജ് ഇമേജിന് വേണ്ടി എന്തിനാണ്? കോൺകേവ് മിററിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ എൻലാർജ് ആൻഡ് ഇറക്റ്റ് ഇമേജ് നമുക്ക് കോൺകേവ് മിററിലൂടെ ലഭിക്കും. ക്ലിയർ അല്ലേ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് കോൺവെക്സ് മിററിന്റെ രണ്ട് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, കോൺവെക്സ് മിററിൽ എന്തായിരുന്നു? ഒന്ന് ഇൻഫിനിറ്റിയിൽ അല്ലേ, ഇത് ഇത്രേ വെക്കാൻ പറ്റുള്ളൂ, ഇൻഫിനിറ്റിയിലൊന്നും കൊണ്ടുവയ്ക്കാൻ ഈ ഒരു സ്പേസിൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതെവിടെ വന്നിരിക്കുന്നത്? എഫിന് നേരെ മുന്നിലായിട്ടാണ് കിട്ടിയത്, പക്ഷെ അറ്റ് എഫ് ആണ് വരിക. ഓക്കെ, ഇത് ഈ പിന്നെ നോക്ക് കുറച്ച് മുന്നോട്ട് അറ്റ് എഫ് ആണെന്ന് പറയാൻ കാരണം ഇത് നമ്മൾ ഈ റേ എപ്പോഴും എങ്ങനെ പോകുന്നത് കണ്ടല്ലേ, പാരലായിട്ട് പോകുന്ന റേ എഫിലേക്കായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി മുന്നോട്ട് ഇൻഫിനിറ്റിൻ്റെയും പോളിൻ്റെ അടുത്തേക്ക്, കാരണം ഇത് കണ്ടില്ലേ മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്നു, മുന്നോട്ട് വരുന്നു, കണ്ടില്ലേ. അപ്പോൾ പിൻ്റെയും എഫിൻ്റെയും ഇടയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഇമേജ് കിട്ടും. ഇമേജ് വിർച്വൽ ഇമേജും എറക്റ്റും ആണ്, പക്ഷെ സൈസ് സ്മോൾ ആയിരിക്കും. ഇന്ന് 4 റൂൾസ്, റേ ഡയഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള 4 റൂൾസും കോൺകേവ് മിറർ, കോൺവെക്സ് മിററിൻ്റെ, കോൺകേവ് മിററിൻ്റെ 6 കേസസും കോൺവെക്സ് മിററിൻ്റെ 2 കേസസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഗൂഗിൾ സൈറ്റ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.